ഗോൾഡൻ കാസിൽ. ഇത് നമ്മുടെ മെൽബണിൽ നമ്മുടെ മലയാളികളായ അങ്കമാലിക്കാരുടെ, നമ്മുടെ സിജോയുടെയും ലിറ്റിയുടെയും ഒരു സംരംഭമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ഹോളാണ്. അതായത് നമ്മുടെ വെഡ്ഡിങ് ഫങ്ഷനുകളും ബർത്ത്ഡേകളും അതുപോലെ ഓണം, ക്രിസ്മസ്, ഇത് നിങ്ങളുടെ ആഘോഷങ്ങൾ എന്തുമാകട്ടെ അത് വന്ന് നമുക്ക് അടിപൊളിയായിട്ട് നടത്താൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹാളാണ്. ഇത് മെൽബണിൽ ഹാംപ്ടൺ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത്. കിടുക്കാച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇവിടുത്തെ ഏത് രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടേച്ചും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഈ കാണുന്നത്. ഇത് വൺ വേ ആണ്. ഈ കാണുന്ന സ്ഥാപനത്തിൻ്റെ പിൻഭാഗമാണിത്. ഈ ഒരു വശത്തൂടെ കയറി ഇപ്പുറത്തൂടെ റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ പുറത്തേക്ക് പോവുക. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കാണാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇപ്പോൾ വെഡ്ഡിംഗ് ഒക്കെ ആണെങ്കിലും അവിടുത്തെ ദമ്പതികൾക്ക്, പുതുതായിട്ടുള്ള ആളുകൾക്ക് വന്നിരിക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു സംവിധാനമാണിത്. ഇത് നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ഇതിൻ്റെ നിറമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വ്യത്യസ്തമായ പുഷ്പങ്ങളും അങ്ങനെയൊക്കെയുള്ള ഡെക്കറേഷൻസൊക്കെ നമ്മുടേതായ ഇഷ്ടത്തിൽ അവരോട് ചോദിച്ചതിന് ശേഷം നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചപ്പോൾ എന്ന് തോന്നിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേജിന് ഒരുപാട് ഉയരമില്ല, അതുകൊണ്ട് ഫോളിങ് റിസ്ക് വളരെയധികം കുറവാണ്. പിന്നെ ലൈറ്റുകളുടെ ഒന്നും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ലൈറ്റ് സൗകര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയും കോസി ആയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ DJ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡാൻസൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫ്ലോർ സൗകര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് എത്ര മനോഹരമായിട്ടാണ് അത് സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് നോക്കിയേ. അതുപോലെ സ്റ്റേജിൻ്റെ ഇരുവശങ്ങളുമായിട്ടാണ് നമ്മുടെ ഫുഡൊക്കെ സ്റ്റാക്ക് ചെയ്യുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ. നയന മനോഹരമായ രീതിയിലാണ് നമ്മുടെ റിസപ്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. റിസപ്ഷൻ്റെ ഒരു വശത്തായിട്ട് നമ്മുടെ ബ്രൈഡൽ റൂമും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇരിപ്പിടങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ വൃത്താകൃതിയിലുള്ള മേശയും കസേരകളും ഒക്കെയാണ്. ഇതെല്ലാം വളരെ കോസി ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു 300 പേർക്ക് വളരെ കൂളായിട്ട് വന്ന് ഇരുന്ന് നല്ല ഒന്നാന്തരമായിട്ട് പ്രോഗ്രാമുകൾ എൻജോയ് ചെയ്യാൻ. അത് വെഡ്ഡിങ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഓണമോ ക്രിസ്മസോ, ഇങ്ങനെ ഏത് തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിലും നോക്കി DJ ഒക്കെ കണ്ടോ, അതൊക്കെ വെക്കാനായിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്. ഇലക്ട്രിസിറ്റിയുടെ ഒന്നും, അതായത് പ്ലഗ് പോയിന്റുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള കുറവുമില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല കാർപ്പറ്റിൻ്റെയും അതുപോലെ തന്നെ ഒരു ടൈൽസിൻ്റെയും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് ലൈറ്റിങ്ങിന് യാതൊരു തരത്തിലുള്ള കുറവുമില്ല എന്ന് പറയാം. ഇത് നമ്മുടെ കിച്ചനകത്തുള്ള ഒരു കൂൾ റൂമാണ്. ഇവിടെ തന്നെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തീയിൽ നിന്ന് തന്നെ തോന്നുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ലൈവായിട്ടുള്ള പൊറോട്ട അങ്ങനെയുള്ള എല്ലാ പരിപാടിയും നമ്മൾ ഇവിടെ തന്നെ ഫംഗ്ഷൻ്റെ തൊട്ട് പിന്നെ തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അടിച്ചു കൂട്ടുന്ന സംഭവം. ഓക്കെ, നമ്മുടെ കട്ട്ലറി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ എല്ലാം ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ പാത്രങ്ങളും സാധനങ്ങളും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം ചെയ്യുന്നുണ്ടോ. എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ്. റെഡി എന്ന് പറയും. ഓക്കെ, ഇത്രയും വിശാലമായിട്ടുള്ള കിച്ചണാണ്. ഇത് അങ്ങോട്ട് നോക്കി മുതലാളി വരുന്നുണ്ട്. ഇത്രയും വിശാലമായിട്ടുള്ള കിച്ചണാണ്. ഇവിടെ ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല. 1000 പേര് വന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അത് നമ്മുടെ തന്നെ ഒരാൾ, മലയാളിയായിട്ടുള്ള അങ്കമാലിക്കാരനായിട്ടുള്ള ഒരാളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവരെ നമ്മൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് ചെയ്യാനാണ്. താങ്ക് യു. ആശാന, അതുപോലെ നമുക്ക് ഇവിടെ തന്നെ ഇവിടെ വെച്ച് തന്നെയാണോ നിങ്ങൾ കുക്ക് ചെയ്യുന്നത്? അതോ മാക്സിമം കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യും. അതായത് ലൈവ് പോകേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ചെയ്യുള്ളൂ. ബാക്കി ബൾക്കായിട്ടുള്ള കറി സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ മെയിൻ കിച്ചണിൽ നിന്ന് ചെയ്തിട്ട് വരും. ഡാൻഡനോങ്ങിലുള്ള മെയിൻ കിച്ചണിൽ ചെയ്തിട്ട് വരും. അപ്പം കുക്കിംഗ് നടക്കുന്നത് ഡാൻഡനോങ്ങിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് വരും. പിന്നെ ലൈവായിട്ട് ഇവിടെ കൊടുക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഇട്ട് തന്നെ. ഉദാഹരണം പൊറോട്ടയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പരിപാടിക്കകത്ത് പൊറോട്ട ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് തന്നെ അടിക്കുന്നതായിരുന്നു സംഭവം. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടിക്ക് ഒരു ചെറിയ പഞ്ചാബി വെഡിങ് ആണ്. അവരുടെ
സ്റ്റാർട്ടേഴ്സ് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് ലൈവാണ് പോകാൻ പോകുന്നത്. ഓക്കെ. പിന്നെ നാൻ ഫ്രഷ് ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തന്നെ. ഓക്കെ. ചാർക്കോൾ, റിയൽ ചാർക്കോൾ നാനാണ് നമുക്ക്. അതായത് നമ്മുടെ പഞ്ചാബി സ്റ്റൈലുകൾ. കഴിഞ്ഞ ദിവസം പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് സാധനമാണോ വേണ്ടത് അത് സിജോ സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് റെഡി ആയിട്ട് നമുക്ക് സ്പോട്ടിൽ അടിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തരും. അത് മാത്രമല്ല ഈ ഒരു സ്ഥാപനത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കും. ഇത് നിങ്ങളുടെ സ്വന്തം സംഭവമാണ്. സെപ്പറേറ്റ് ആയിട്ട് ആളുകളെ ഒന്നും വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി അങ്ങനെയാണെങ്കിലും ഓക്കെയാണ് സിജു സാർ, ശരിയല്ലേ? ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ കംപ്ലീറ്റ് സാധനങ്ങളും നിങ്ങളുടെ സ്വന്തമാണ്. നമ്മൾ ഉഴുത്ത് മറിച്ച് നിങ്ങൾ ജസ്റ്റ് ഫംഗ്ഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാ, എൻജോയ് ചെയ്യാ, കഴുകി താങ്ക്സ് പറഞ്ഞ് സ്ഥലപ്പെടാം. അത്രേ ഉള്ളൂ. വേറെ ടെൻഷനൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് വരിക, അല്ലെ ഒരു കോൾ വിളിച്ചിട്ട് ഇന്ന ദിവസം ഫ്രീ ആണോ ഞങ്ങൾക്കൊന്ന് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും അറിയണ്ട. നിങ്ങളുടെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അങ്ങ് പോയേക്കാം. അതേപോലെ വീക്ക് ഡേയ്സിൽ നമുക്ക് സ്പെഷ്യൽ റേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ കൗണ്ട് ആണെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് ചില ആളുകളുടെ വിചാരമുണ്ട് ഇത്രയും വലിയ സ്ഥാപനമായതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഹോൾ ആയതുകൊണ്ട് നമ്മുടെ ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചിന്തയുണ്ട് ആൾക്കാർക്ക്. അങ്ങനെയില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള വർക്ക് നമ്മളിവിടെ ചെയ്യും. വിളിച്ചാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്ത് എന്താ വേണ്ടത് ചെയ്യാവുന്നേ ഉള്ളൂ. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്ത വരും. ഈ സ്ഥാപനത്തിന് ഇത് കാണുമ്പോൾ ഓക്കെ നമ്മളൊരു 10-100 പേർക്കുള്ള പരിപാടി ചെയ്യാൻ പറ്റുമോ എന്നൊരു ചിന്ത വരും. ഉറപ്പായിട്ട് ചെയ്യാം. അതാ ഞാൻ ചോദിക്കുന്നത്. അത് നിങ്ങൾ ചെയ്തു കൊടുക്കും. ഉറപ്പായിട്ട് ചെയ്യാം. അപ്പൊ ആളുകളുടെ എണ്ണമല്ല സംഭവം, വർക്കിലാണ് കാര്യം. മനസ്സിലായില്ലേ? നിങ്ങളൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇതുപോലെയാണ് സംഭവം നടക്കുന്നത്. ടാൻഡിനോയിലുള്ള വെയർ ഹൗസിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. അതായത് അവിടുത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള റെഡ് ചില്ലീസിൻ്റെ ആ സ്ഥലത്തു നിന്നാണ് സാധനങ്ങൾ കുക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ചെയ്യും. അതല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് സ്പോട്ടിൽ സെറ്റ് ചെയ്യുന്നു. അതുപോലെ സിജോയുടെയും ദീപുവിൻ്റെയും ലിറ്റിയുടെയും നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെയാണ്. ഈ ഒരു ടീമിൻ്റെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് വളരെ വൃത്തിയോടും വളരെ ക്രിയാത്മകമായിട്ടും വളരെ ചിട്ടയോടും കൂടിയാണ് ആഹാരങ്ങളെല്ലാം ക്രമീകരിച്ച് സമയാസമയം ആളുകൾക്ക് മനോഹരമായിട്ട് എത്തിച്ചു കൊടുക്കുന്നത്. അത് വളരെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ക്ലീൻലിനെസ് ആണ്. അതായത് നമ്മളിവിടെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് പക്ക യൂണിഫോം എല്ലാവരും ക്ലീനാണ്. അതാണ് മെയിൻ സാധനം. അതായത് ഇവിടുന്ന് ഒരു ആഹാരം കഴിച്ചിട്ട് നാളെ പോയി കഴിഞ്ഞാൽ അവന് ശാരീരികമായിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളൊരു ഷുവർട്ടിയാണ് നമ്മൾ മനസ്സിലായത്. അത് ശ്രദ്ധിച്ചോണം. ഇത് സ്റ്റഫ്ഡ് മുളക് ബജ്ജി എന്ന് പറയും. മനസ്സിലായില്ലേ?
അവരത് എന്താ പറയുക, ആ മുളകിനകത്തേക്ക് നമ്മൾ എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ പരീക്ഷിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എപ്പോഴും നമ്മൾ ഒരേ സാധനം ട്രൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഈ സാധനം ഇവിടെ ചൂടാക്കി അല്ലെങ്കിൽ ഈ സംഭവം നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കുവാന്ന് വിചാരിക്കുക. എടുത്തിട്ട് അടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണത്. ഇത് കണ്ടോ, ഈ സാധനത്തെ നമുക്ക് തൊടാൻ പറ്റത്തില്ല, ഇലക്ട്രിക്കാണ് ഫുള്ളി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ സാധനം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കോട്ടായിട്ട് അവിടെ ഇരുന്നോളൂ. ആ ചൂട് നമുക്ക് ഒരിക്കലും പുറകോട്ട് പോകത്തില്ല. ഈ സാധനം മനസ്സിലായോ? ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. ഇതിനകത്തൊന്നും നമുക്ക് ഇതിനകത്ത് എല്ലാ സാധനങ്ങളും വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ഹോട്ടായിട്ട് ഇരുന്നോളൂ. അതായത് സെർവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ട് വന്ന അതേ സ്റ്റാൻഡേർഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. നാൻ അടിക്കാൻ പോവാണ്. കാരണം നാൻ അടിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പുക വരും. അതുകൊണ്ട് തന്തൂർ അടുപ്പ് ഇവിടെ സെറ്റാണ്. അപ്പോൾ മച്ചാൻ ഈ സാധനം സെറ്റ് ചെയ്തിട്ട് ആ സ്പോട്ടിൽ അടിക്കുന്ന പരിപാടി നമ്മൾ കാണാൻ പോകണം. മനസ്സിലായില്ലേ? ചാർക്കോൾ തന്തൂരി എന്നാണ് പ്രധാനപ്പെട്ട നിർമ്മാതാവ് പറയുന്നത്. അതുകൊണ്ട് കയ്യിൽ വെച്ചൊരു പ്രത്യേക രീതിയിൽ താലോലിക്കുകയാണ്. അതിനുശേഷം ഈ സാധനത്തിനെ ചാർക്കോൾ തന്തൂരിലേക്ക് വെക്കുകയാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഹെൽത്തി കേസ് കേട്ടോ. അളിയെ പിടിക്കും, ദീപാവലിയെ പിടിക്കുന്ന മുഴുവൻ ഹെൽത്തി കേസ് കേട്ടോ അവിടെ പിടിക്കുന്നില്ല. ശ്രദ്ധിച്ചു നിന്നോളാം. ഓക്കെ, ഇതുണ്ടോ കൈ കൊണ്ടുള്ള വർക്കാണ്, സഹിക്കാൻ പറ്റാത്ത കേട്ടോ. അവനെ അങ്ങ് വിരിക്കുക, അങ്ങനെ ചെയ്ത് അങ്ങ് വിരിക്കുക. എന്നിട്ട് അതേ ആ സംഭവത്തിനോട് വെച്ചിട്ട് അത്രേ ഉള്ളൂ. അത് മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ഹെൽത്തി ആണ് ഇവിടെ. പ്രത്യേകിച്ച് ഒരു കമ്പിപ്പട്ടി കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത്. നോക്കി നിന്നില്ലെങ്കിൽ വെടലി പൊട്ടി അടിച്ച് പൊട്ടിച്ചോളായി. അതായത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എടുക്കുന്ന സ്ഥലത്തു നിന്ന് വന്ന് ഇവിടെ വന്ന് കഥയും പറഞ്ഞുകൊണ്ട് നിന്നാ പറഞ്ഞല്ലേ, അതാണ് അവിടെ പ്രത്യേകിച്ച് പുള്ളിക്ക് ആ സമയത്ത് അതൊന്നും ഒരു നോട്ടമൊന്നുമില്ല. ശ്രദ്ധിച്ച് നിന്നോണം. പുള്ളി ഒരു പ്രധാനപ്പെട്ട ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമാതിരി വന്ന് നിന്ന് വെച്ചിട്ട് ഉണ്ടോ. പിന്നെ കുറച്ച് ബട്ടറും കൂടെ അതിനകത്തേക്ക് ലേപനം ചെയ്യും. അതിനെല്ലാം സ്നേഹവും കൂടെ വേണം കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ സ്നേഹവും കൂടെ കൊടുക്കണം. പ്രധാനമായും ലേപനം ചെയ്യുവാണ് സംഭവം. നമുക്ക് എടുക്കുന്നതുണ്ടോ സംഭവം. ഇതതിൻ്റെ ആ ടൈമിങ്ങിനാണ് ഇമ്പോർട്ടൻറ്റ്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായോ? അയ്യോ, ശ്രദ്ധിച്ച് നിന്നോണം. അല്ലെങ്കിൽ അന്നേരം തന്നെ ഇതുപോലെ ആ സാധനം വെച്ചിട്ട് തോണ്ടി വിടും. ഈ ആനേനെയൊക്കെ മെരിക്കാതെ തോട്ടി പോലെ അളിയാൻ ആ കാര്യം സെറ്റ് ചെയ്യുന്നത് കണ്ടാ. കണ്ടാ, ശ്രദ്ധിച്ച് നിന്നോണം. സാർ ഏകദേശം എത്ര വർഷമായി ഷെഫ് ഒരു ഇതിലേക്ക് വന്നിട്ട്? ഏകദേശം ഞാനിപ്പോൾ ഒരു 24 വർഷമായി. ഞാൻ കൊച്ചി IAMS-ലാണ് പഠിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഈജിപ്തിൽ ഹോട്ടലായിരുന്നു. ഈജിപ്ത് ഹിൽട്ടൺ ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു 8 വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ നാട്ടിലെ സെയിം ഹിൽട്ടൺ പ്രോപ്പർട്ടി തന്നെ നാട്ടിൽ ബാംഗ്ലൂരുണ്ടായിരുന്നു, കൊണ്ടാട് ഹിൽട്ടൺ. പിന്നെ ലളിത്, അങ്ങനെ അവിടുന്ന് പിന്നെ ഓസ്ട്രേലിയയിലോട്ട് വന്നു, ശ്രീചേട്ടൻ്റെ അടുത്ത് വന്നു. കംപ്ലീറ്റ് പ്രൊഫഷണൽ വർക്കാണ് ഉള്ളത്. അല്ലാതെ ഇവിടെ ഒരു ക്രിയ നടക്കത്തില്ല. ക്വാളിറ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കേസ് എവിടെ എടുക്കുള്ളൂ. ശ്രദ്ധിക്കുക. ചേക്കുന്ന ഈ നാനിനെ ഇനി നമ്മളിതിൻ്റെ ചൂട് പോകരുത്. ചൂട് പോയി കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ലെന്നാണ് ദിവസാറ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിനെ നമ്മൾ നൈസായിട്ട് പൊതിഞ്ഞ് എന്താ ചെയ്യുന്നത് നോക്കിയേ. നൈസായിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്നു. എന്നിട്ട് ഈ സാധനത്തിന് അലുമിനിയം ഫോയിലിനകത്താണ് പൊതിയുന്നത്. എന്തിനാണെന്നറിയോ? ചൂട് പോകാതിരിക്കും. അങ്ങനെ ഇതുപോലെ ഒരു കണ്ടെയ്നറിനകത്തേക്ക് നമ്മൾ അത് പോകാതെ സൂക്ഷിച്ചു. മനസ്സിലായില്ലേ? ഇതാണ് എൻ്റെ പരിപാടി. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടെ ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ല. ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി 100 പേരുടെ ആയിക്കോട്ടെ, 300 പേരുടെ ആയിക്കോട്ടെ, 1000 പേരുടെ ആയിക്കോട്ടെ, നിങ്ങൾ ഫസ്റ്റായിട്ട് നമ്മൾ ജോബിൻ്റെ അടുത്ത് വിളിക്കുക, സംസാരിക്കുക. അത് നമുക്ക് പറഞ്ഞില്ലേ, നമ്മുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണെന്നോ നിങ്ങൾ നോക്കണ്ട. അതിനുള്ള അറേഞ്ച്മെന്റ് നമ്മളിവിടെ ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? ഇവിടെ 300 നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, മാക്സിമം മാക്സിമം 300 ആണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത്. കാറ്ററിംഗിൽ നമുക്ക് എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സിജോക്കിനെയും സിജോക്കിൻ്റെ ബിസിനസ്സിനെയും നമ്മൾ
സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അല്ലേ മുത്തേ? ആഹാരത്തിന്റെയും മറ്റുള്ള കാര്യത്തിൽ 100% ഷുഗർക്കുമാണ്. അത് എനിക്കും കൂടെ തരാൻ പറ്റും. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് മച്ചാന്റെ വർക്ക് കാണണം. ടേക്ക് കെയർ ആൻഡ് എൻജോയ്. താങ്ക് യു. ദിവസാറേ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പേർക്കുള്ള സംഭവം നമ്മൾ കീച്ചുമല്ലേ? ഒരു 300-350 പേർക്കുള്ളത് നമുക്ക് കഴിച്ചേക്കാം. ആയിക്കോട്ടെ. ധൈര്യമായിട്ട് പോരെ. ഓക്കെ എന്നാ. ആയിക്കോട്ടെ. താങ്ക് യു. അലക്കൂട്ടാ, എന്നാ ശരി എന്നാ. ഓക്കെ.